ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും കിയയുടെ പുതിയ ക്ലാവിസ് കണ്ടതാണ്. കാരൻസിൻ്റെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കാരൻസിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ് ശരിക്കും, പക്ഷേ ഒരു പേരൊക്കെ മാറ്റി ക്ലാവിസ് എന്ന് പറഞ്ഞാണ് വണ്ടി ഇറക്കിയത്. ഏതായാലും ഇതിൻ്റെ പെട്രോളും ഡീസലും മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. പക്ഷേ അധികം വൈകാതെ, അതായത് ഈ വരുന്ന ജൂലൈ 15 നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക് വാഹനവും കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ടീസർ അവരിപ്പോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. എന്തായാലും നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് കിട്ടുന്നത്, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നതെന്നൊക്കെ. ഫ്രണ്ട് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഹെഡ് ലാമ്പ്സിൻ്റെ ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ ഇത് ഇലക്ട്രിക് ആണെങ്കിലും മറ്റതാണെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ ഗ്രില്ലോ എയറിൻ്റെയൊക്കെ ഒന്നും ടോപ്പ് പോർഷനിൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ വലിയൊരു ഡിഫറൻസിൻ്റെ, അതായത് ഡിസൈനിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ചാർജിങ് പോയിന്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയും. ഫോഗ് ലാമ്പ് നമുക്ക് താഴത്ത് അവൈലബിൾ ആണ്, ഒരു ചെറിയ സിൽവർ സ്കെറ്റ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഹെഡ് ലാമ്പ് അതുപോലെ കണക്റ്റഡ് DRL തുടങ്ങിയ സാധനങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ബാക്കി ചേഞ്ച് വരുന്നത്. ഇതിൻ്റെ അകത്ത് അലോയ്സിൻ്റെ ഡിസൈൻ അവർ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. കുറച്ച് EV സെൻട്രിക് ആയിട്ടുള്ള അലോയ്സാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ വലിയ രസമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. ക്ലാവിസിൻ്റെ നോർമൽ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടിയുടെ അലോയ്സ് അത്യാവശ്യം നല്ലതായിരുന്നു. ഇത് പക്ഷേ ഒരിത്തിരി ഇലക്ട്രിക് വാഹനങ്ങളിൽ വരുന്ന പോലത്തെ ഒരു അലോയ്സിൻ്റെ ഡിസൈനാണ്. ഇതെന്തായാലും ക്യാപ്പൊന്നുമല്ല, അലോയ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ എയറോ ക്യാപ്സ് ആണല്ലോ എല്ലാത്തിലും കൊടുക്കാറുള്ളത്. എന്തായാലും ഡയമെൻഷൻസ് ഒക്കെ സൈഡിൽ സെയിം ആണ്. പിന്നെ ഈ ചാർജിങ് പോയിന്റ് ഒരു ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ബാറ്ററി ഇൻഡിക്കേറ്റർ പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലോവും അതുപോലെ ഹൈയും 4 ഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. ഈ പണ്ടത്തെ ഫോണിലൊക്കെ ബാറ്ററി കാണിക്കുമല്ലോ, അതുപോലത്തെ ഒരു സിസ്റ്റമാണ്. അല്ലാതെ ഡിജിറ്റൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എത്ര പെർസെൻറ്റേജ് ആയി എന്നൊന്നും കാണിക്കില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇംപ്ലിമെൻറ്റേഷനാണ്. നമ്മൾ എന്തായാലും തുറന്നിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത്, അപ്പോൾ അത് നല്ലതാണ്. പിന്നെ റിയർ പ്രൊഫൈലിനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള ഡിസൈൻ വ്യത്യാസങ്ങളൊന്നുമില്ല. ടെയിൽ ലാംപ്സ് ഒക്കെ നമുക്ക് ആ ഒരു സ്മോക്ഡ് ഫീൽഡ് തന്നെയാണ് കിട്ടുന്നത്. ബമ്പറിൻ്റെ ഡിസൈനിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാകും, അത് മാത്രമേ ഉള്ളൂ. കണക്റ്റഡ് ടെയിൽ ലാംപ്സ്, LED ടെയിൽ ലാംപ്സ്, കോമ്പിനേഷൻ ടെയിൽ ലാംപ്സ്, ആ സാധനങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഡ്യുവൽ ടോൺ അല്ലെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്ത് ഓൾറെഡി ഇല്ലായിരുന്നു. ചെറിയൊരു സ്പോയിലർ പോലത്തെ ട്രീറ്റ്മെൻറ്റ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഇലക്ട്രിക്കൽ എന്തായാലും ഉണ്ടാകും. പിന്നെ റൂഫ് റെയിൽസ് ആയിക്കോട്ടെ, ഷാർക്ക് ഫിനാൻഡിന് ആയിക്കോട്ടെ, അതൊക്കെ ഡിസൈൻ എലമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വാഹനത്തിന് ഇൻറ്റീരിയറും അവർ കാണിച്ചിരുന്നു. നമ്മൾ നോർമൽ ക്ലാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ ഡുവൽ ടോൺ കളർ തീം തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. നമുക്ക് 12.3 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം, 12.3 ഇഞ്ച് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ AC വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾ പാനലൊക്കെ അവിടെ തന്നെ നമുക്ക് കാണാം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു വ്യത്യാസം വരുന്ന 2 കൺസോൾ പോലെ വന്നതാണ്. അതായത് നമുക്ക് ടോപ്പ് പോർഷനിൽ ആംബിയൻ ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉള്ള സ്റ്റോറേജ് ഏരിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ഗിയർ ലിവറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ബട്ടൺസിൻ്റെ കൺട്രോളാണ് വരുന്നത്. ഏതായാലും ഡ്രൈവ് മോഡ് സെലക്ടറൊക്കെ നമ്മൾ കറക്റ്റ് ഇലക്ട്രിക്കിൽ കണ്ടതുപോലെ ഡ്രൈവറിൻ്റെ റൈറ്റ് സൈഡിലാവാനാണ് സാധ്യത. അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് പോലെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ താഴത്ത് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ ടോപ്പ് പോർഷനിലുള്ള ഡ്രൈവറിൻ്റെ ആംറസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ സ്റ്റോറേജ് കമ്പാർട്ട്മെൻ്റ് ആണ്. അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ ഫോണൊക്കെ ചാർജ് ചെയ്ത് വെക്കണമെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്റ്റിയറിംഗ് വീല് സെയിം, നമുക്ക് ആ 2 സ്പോക്ക് ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. സീറ്റ്സിൻ്റെ ഡിസൈനൊക്കെ സെയിം ആണ്. ആൻഡ് കളർ തീം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. മൊത്തത്തിൽ പറയുമ്പം ഇൻറ്റീരിയറിൽ അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി സീറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് അവരിപ്പോൾ കാണിച്ചിരിക്കുന്ന 7 സീറ്റർ മോഡലാണ്. അതായത് നമ്മുടെ സെക്കൻഡ് റോയിൽ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റാണ് കാണിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ സീറ്റ്സ് അല്ല. പക്ഷേ നമുക്ക് ക്ലാവിസിൽ 6 സീറ്റർ മോഡൽ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് സെക്കൻഡ് റോയിൽ ക്യാപ്റ്റൻ സീറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ ഏതായാലും ഒരു ടീസറിൻ്റെ അകത്ത് അത് കാണിച്ചിട്ടില്ല എന്ന് മാത്രം. മിക്കവാറും 6 സീറ്റർ മോഡൽ കൊടുക്കുമായിരിക്കും. ഇലക്ട്രിക്കൽ പൊതുവേ നമുക്ക് അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം MGയുടെ M9 ഒക്കെ ഒരു ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ അത് അഗൈൻ ഒരു 10-25 ലക്ഷം രൂപയെങ്കിലും ഷോറൂമിലായിരിക്കും ഇറക്കുന്നത്. ഈ വണ്ടിയാണ് നമുക്ക് ഒരു അഫോർഡബിൾ 7 സീറ്റർ വാഹനം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത് EVയിൽ. അല്ലാതെ പെട്രോൾ ഡീസൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇതല്ലാതെ നമ്മുടെ BYDയുടെ E-Max 7 ആണ് പിന്നുള്ളൊരു ഓപ്ഷൻ. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൊണ്ട് വില കൂടുതലായിരിക്കും. ഇതവർക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ട് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വണ്ടി നല്ലതായിരിക്കും. ആൻഡ് ഓവറോൾ ഇതിൻ്റെ ഒരു റിസപ്ഷൻ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടേണ്ടതാണ്. ക്ലാവിസൊക്കെ ഇപ്പോൾ ഡീസൻ്റ് ആയിട്ട് അവർ വിൽക്കുന്നുണ്ട്. ആൻഡ് ഇനി മൊത്തത്തിലുള്ള സീറ്റിംഗ് സ്പേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഇത് ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ പൊതുവെ ഫ്ലോർ ഇത്തിരി പൊങ്ങിയിരിക്കുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. ക്ലാവിസ് ജനറലി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. പക്ഷേ ഇതിനകത്ത് ഫ്ലോറിന് പൊങ്ങിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം തേർഡ് റോയിലൊക്കെ പിന്നെയും സ്പേസ് കോംപ്രമൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഫ്ലോർ പൊങ്ങുവാണെങ്കിൽ സെക്കൻഡ് റോയിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം ഫ്ലോർ ഇപ്പോൾ പൊങ്ങിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ പറ്റും. പിന്നെ ബാക്കിലൊരു എയർ പ്യൂരിഫയർ, നമ്മുടെ സെൻറ്റർ ആംറസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നടുവിൽ ഹെഡ് റെസ്റ്റ് 7 സീറ്റർ മോഡലും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അഗൈൻ തേർഡ് റോ ക്ലാവിസിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ അകത്ത് പക്ഷേ നമുക്ക് എങ്ങനെയാവുമെന്ന് അറിയില്ല. ഫ്ലോർ പൊങ്ങിയിട്ടാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഓൾറെഡി തേർഡ് റോയിൽ ഫ്ലോർ അത്യാവശ്യം പൊങ്ങിയായിരിക്കും മിക്ക വാഹനങ്ങളുള്ളത്. ഇനിയിപ്പോൾ ബാറ്ററി ഒന്ന് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് പൊക്കിയാലാണ് കൂടുതൽ പ്രശ്നങ്ങളാകുന്നത്.
ഇതിൻ്റെ അകത്ത് പിന്നെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സിൽ അഡീഷണൽ സംഭവങ്ങൾ കിട്ടുമെന്ന് മാത്രം. പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെറിയ 1-2 സാധനങ്ങൾ അവർ കൂടുതൽ കൊടുക്കുമായിരിക്കും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇതിൻ്റെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ആസ്പെക്ട്സ്, നമ്മൾ പവർ ടൺ ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം ക്രെറ്റ ഇലക്ട്രിക്കിൽ എന്താണ് വരുന്നത് അത് തന്നെയാണ് അവർ ഇതിൻ്റെ അകത്തും കൊടുക്കാൻ പോകുന്നത്. അതായത് 42 kWh ബാറ്ററി പാക്കാണ് എൻട്രി ലെവൽ മോഡൽ വരുന്നത്. 51.4 kWh ബാറ്ററി പാക്ക് ആയിരിക്കും ലോങ് റേഞ്ച് മോഡലിൽ കിട്ടുന്നത്. ലോങ് റേഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിലും 490 കിലോമീറ്റേഴ്സ് ക്ലെയിംഡ് റേഞ്ച് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ലൈഫിൽ ഏകദേശം ഒരു 400 കിലോമീറ്റേഴ്സൊക്കെ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി. മോട്ടറും ക്രെറ്റയുടെ സെയിം വരുമെന്നാണ് പറയുന്നത്. അതായത് ടോപ്പ് ആൻഡ് ലോങ് റേഞ്ച് മോഡൽ ഏകദേശം 171 PS അടുത്ത് പവർ ഉണ്ടാകും. ആ വണ്ടിക്ക് 7.9 സെക്കൻഡ്സ് ആയിരുന്നു 0 ടൺ എത്താനായിട്ട് എടുക്കുന്ന സമയം. ഈ വണ്ടിയും ഏകദേശം ഒരു 8.1 8.2 സെക്കൻഡ്സിനടുത്തൊക്കെ കയറുമായിരിക്കും. അത് ഈ വാഹനത്തിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് സെഗ്മെൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫാസ്റ്റാണ്. പക്ഷേ എന്നാലും ബാറ്ററി സൈസ് നമ്മൾ ഇന്നത്തെ കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം പുറകിലാണെന്ന് പറയേണ്ടി വരും. ഓൾറെഡി കർവ് കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണെങ്കിലും അതിന് 55 ഒരു സ്റ്റാർട്ടിങ് കൊടുത്ത്, ലോങ് റേഞ്ച് കൊടുത്ത് 45 അതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റിൽ വരുന്നത്. അതുപോലെ നമുക്ക് B6 XC90 രണ്ടിലും 59 kWh ആണ് കിട്ടുന്നത്. ആൻഡ് ഈ അടുത്ത് വന്ന ടാറ്റയുടെ ഹാരിയർ EVയിലാണെങ്കിലും 65-75 kWh ബാറ്ററി പാക്സ് ആണ് വരുന്നത്. ആൻഡ് ഹാരിയർ EVയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രെറ്റ ഇലക്ട്രിക് കിട്ടുന്ന സെയിം പ്രൈസിലാണ് നമുക്ക് ഹാരിയർ EV കിട്ടുന്നത്. അതും അത്രയും വലിയ വണ്ടി, ബാറ്ററി പാക്കും വലുതാണ്, ആൻഡ് പവറും കൂടുതലാണ്, ഫീച്ചേഴ്സും കൂടുതലാണ്. സോ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ വണ്ടി ക്രെറ്റ ഇലക്ട്രിക് പോലെ തന്നെ പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഒരു ഇത്തിരി പുറകിലായി പോകേണ്ട ഒരു സാധ്യതയുണ്ട്. അവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ ബാറ്ററി പാക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കായിരുന്നു. പക്ഷെ എന്തായാലും ഇതിപ്പോൾ സെയിം ക്രെറ്റ എന്താണോ അത് തന്നെയാണ് അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് കിയ. എന്തായാലും ഗൈസ്, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.